പൊന്നൂക്കര പെരുന്നാൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ചെന്നൈക്ക് ബേൺസിറ്റ് ഉണ്ട് ഹാപ്പി നോക്കി അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൊണ്ട് എന്ത് തേങ്ങ വെച്ചു ഈ സാധനം കിട്ടിയാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പൻ ഒരു അലമ്പ് പിന്നെ ഇവരെ കൊട്ടു എൻ്റെ എനിക്ക് ബാൻസിൻ്റെ ഇഷ്ടമായതാണ്. സന്ദീപ് കളി കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഈ പെങ്കൊച്ചുകൊണ്ട് പെങ്കൊച്ച് ആരാന്നറിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് നാട്ടിലെ വല വെച്ചു. അയ്യോ കുറേ മുടി ഉണ്ട് കൊള്ളാൻ എന്തായാലും വെച്ച്. പിന്നെ ഇവൻ്റെ മുടി കൊള്ളാം. രണ്ട് പോലീസ് ചാട്ടന്മാരെ പ്രൊട്ടക്ഷൻ ആട്ടോ ഞങ്ങൾ പെരുന്നാളും കളിയും കണ്ടിരുന്നത്. അതിൻ്റെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താക്കി കബേട്ടൻ്റെ ഐസ്ക്രീം വെച്ചു. പിള്ളേരൊക്കെ ഒരു ഫാഷൻ എന്താ അല്ലേ. പിന്നെ എന്താക്കി ഒരു 10-20 മിനിറ്റ് ഒരു പരിപാടിയില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി ഉണ്ട്. എനിക്ക് എന്നെ കാണാതെ ഒരു സമാധാനം എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ വൈബാക്കി ദൂരണ്ടാ ഇവർ അത്യാവശ്യം നല്ല വൈബ് ഉണ്ടായിരുന്നു. ഈ ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കുന്ന എല്ലാവരും പഠിപ്പിക്കായിരുന്നു. കൊള്ളാൻ തായിരുന്നു. ഈ കളിക്കുന്ന പെമ്പിള്ളേർ മാത്രമായിട്ട് ഈ സെറ്റിന് കൂടി ഞങ്ങൾ ആമ്പിള്ളേരുണ്ടായിരുന്നില്ല. അതെന്തെല്ലാം പൂർവ്വ കാഴ്ചയായി. പിന്നെ പിള്ളേർ എന്നെ കണ്ടിട്ട് നാട്ടിലെ വഴിയില്ലെന്ന് എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ അലമ്പ് കുറേ അലമ്പ് പൊട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മരൊക്കെ ലൈക്ക് അടിക്കുന്നപ്പോൾ എന്തോ പോലെ നാണക്കാട് ചമ്മലൊക്കെ കൂടി ഒരുമിച്ച് കയറി വന്നു. എന്തായാലും കുഞ്ഞലമ്പാണെങ്കിലും വലിയ വലിയ ഇടികളൊന്നും ഉണ്ടായില്ലടാ. പിന്നെ അവസാനത്തെ പരിപാടി ഇവന്മാരെ മൂളി കയറാനൊക്കെയായിരുന്നു. സത്യം പറഞ്ഞ ഇവന്മാരെ എപ്പോൾ വീഴുന്നു നോക്കി ഞാൻ നിന്നെ ഒരു 10:15 വീണു ഹാപ്പി. പിന്നെ 10 പരിപാടി കഴിഞ്ഞ് വരുന്ന വഴി കുറച്ച് പേരെ കണ്ടിരുന്നു. പലയിടത്തൊക്കെ താറ്റിയും പറഞ്ഞ് നേരെ വരുമ്പോൾ ഒരു നല്ല മുടികൾ പെങ്കുച്ചു നോക്കി ഇതാരൻ്റെ ഇപ്പം ഇതെൻ്റെ വലിയ മരമോളല്ലേ. എന്തായാലും വല്ലാത്തൊരു സംഭവം. അവർ ഐസ്ക്രീം ഓഫർ ചെയ്തു. ഞാൻ കഴിക്കാന്നില്ല. പിന്നെ ഒരു ചായ കുടിച്ച് കിട്ടിയാൽ പോന്നു.